എന്താണ് ക്ഷമ എന്ന് പറഞ്ഞാൽ അതിന് 3 റുക്കിനുകളുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. 3 റുക്കിനുകളുണ്ട്, 3 സ്തംഭങ്ങളുണ്ട്. ഒന്ന് ഹൃദയത്തിന്റെ ക്ഷമയാണ്, മറ്റൊന്ന് നാവിന്റെ ക്ഷമയാണ്, മറ്റൊന്ന് അവന്റെ മറ്റു അവയവങ്ങൾക്കുണ്ടാകേണ്ട ക്ഷമയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തന്നെ പറഞ്ഞത് കാണാം, വസ്സബ്റു യതഹഖഖു ബിസലാസതി ഉമൂർ. 3 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ക്ഷമ സംഭവിക്കുന്നത്. ഒരാൾ ക്ഷമിച്ചു എന്ന് പറയണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ പൂർത്തിയാകണം. ഒന്ന്, ഹബ്സുൻ നഫ്സി അനിൽ ജസഇ വസ്സഖത്ത്. മനസ്സിനെ നിയന്ത്രിക്കണം. മനസ്സിൽ അല്ലാഹുവിനോട് ദേഷ്യം ഉണ്ടാകാൻ പാടില്ല. എന്താ അല്ലാഹു എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന രൂപത്തിലുള്ള ചിന്ത മനസ്സിൽ വരാൻ പാടില്ല. മനസ്സിനെ നിയന്ത്രിക്കണം. അപ്പം ക്ഷമയുടെ അടിസ്ഥാനം അത് മനസ്സാണ്. ഒന്നാമതായി മനസ്സാണ്. അതേപോലെ തന്നെ വഹബ്സുൽ ലിസാനി അനി ശക്വ ലിൽ ഖൽഖ്. പരീക്ഷണത്തിൽ നാവിനെ അവൻ പിടിച്ചു വെക്കണം. മറ്റുള്ളവരോട് പരാതി പറയുന്നതിനെ തൊട്ട് പരീക്ഷണങ്ങൾ ആളുകളോട് ഇങ്ങനെ പറഞ്ഞു നടക്കുക, അത് ക്ഷമകേടാണ്. ഉള്ളതിങ്ങനെ പറഞ്ഞു നടക്കുക, അത് ക്ഷമകേടാണ്. നാവിനെ പിടിച്ചു നിർത്തണം, ഹൃദയത്തെ പിടിച്ചു നിർത്തണം, നാവിനെ പിടിച്ചു നിർത്തണം. മൂന്നാമത്തേത് വഹബ്സു അൽ ജവാരിഹി അൻ ഫിഅലി മാ യുനാഫി സബ്ർ. ക്ഷമക്ക് വിരുദ്ധമാകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിനെ തൊട്ട് മറ്റു അവയവങ്ങളെ പിടിച്ചു വെക്കണം. ചില ആളുകൾ ക്ഷമകേട് കൊണ്ട് ചിലപ്പം വസ്ത്രം കീറും, അല്ലെങ്കിൽ മുഖത്തടിച്ച് കരയും, ഇങ്ങനെ പലതും ചെയ്തു കൂട്ടും. ക്ഷമ നഷ്ടപ്പെട്ട് ചിലപ്പോൾ പലതും ചെയ്തു പോകും. അതിൽ നിന്ന് അവന്റെ അവയവങ്ങളെ നിയന്ത്രിക്കണം. ഇത് 3 ഉണ്ടാകുമ്പോഴാണ് അവന്റെ മനസ്സ് ശാന്തമാകണം. അവന്റെ നാവ് മറ്റുള്ളവരോട്, ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം ഉണ്ടായ ആളുകളോട് പറഞ്ഞ് എല്ലാവരോടും പരാതിയാണ്, ആവലാതി പറഞ്ഞ് പരാതികളും പ്രയാസങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ക്ഷമകേടാണ്. അവന്റെ നാവിന്റെ ക്ഷമ അവന് നഷ്ടപ്പെട്ടു. അതും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അവയവങ്ങൾക്കുള്ള ക്ഷമയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.